ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്താൻ ഇന്ത്യ. പാക് സമീപനം തുറന്നുകാട്ടാൻ വിദേശ രാജ്യങ്ങളിലേക്ക് സർവകക്ഷി സംഘത്തെ അയക്കും. അഫ്ഗാനിസ്ഥാനുമായി തന്ത്രപരമായ നയതന്ത്ര ബന്ധത്തിനും ധാരണയായി. ഇന്ത്യ പാക് വെടിനിർത്തൽ ഈ മാസം 18 വരെ നീട്ടി. പാകിസ്ഥാൻ DGMO മേജർ ജനറൽ കാഷിഫ് അബ്ദുള്ളയും ഇന്ത്യൻ DGMO ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഖായും ബുധനാഴ്ച ഹോട്ട്ലൈൻ വഴി നടത്തിയ ചർച്ചയിലാണ് മെയ് 18 വരെ വെടിനിർത്തൽ നീട്ടാൻ ധാരണയായത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി ഇഷാഖ് ദാറിനെ ഉദ്ധരിച്ച് വാർത്താ ഏജൻസികളാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. 18-ന് വീണ്ടും ഇരു രാജ്യങ്ങൾ തമ്മിൽ വീണ്ടും DGMO തല ചർച്ച നടക്കും. അതിർത്തിയിലെ സേനാ വിന്യാസം പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അടുത്ത യോഗത്തിൽ ചർച്ചയാകും. അതിർത്തിയിൽ പരസ്പര വിശ്വാസം വളർത്തുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്ത്യൻ ആർമി അറിയിച്ചിട്ടുണ്ട്. അതിനിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ തുറന്നുകാട്ടാൻ ഇന്ത്യ നീക്കം ശക്തമാക്കി. MPമാരുടെ പ്രതിനിധി സംഘത്തെ വിദേശ രാജ്യങ്ങളിലേക്ക് അയക്കാനാണ് തീരുമാനം. 5 മുതൽ 6 MPമാർ അടങ്ങുന്ന സംഘം US, UK, ദക്ഷിണാഫ്രിക്ക, ഖത്തർ, UAE തുടങ്ങിയ രാജ്യങ്ങളാകും സന്ദർശിക്കുക. മെയ് 22-ന് ശേഷമായിരിക്കും പര്യടനം തുടങ്ങുക. പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവാണ് സംഘത്തെ ഏകോപിപ്പിക്കുന്നത്. ഇതിനകം MPമാർക്ക് ക്ഷണക്കത്തും അയച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂറിനെ പറ്റിയും ഇന്ത്യയുടെ നിലപാടിനെ പറ്റിയും സംഘം വിദേശ പ്രതിനിധികളെ അറിയിക്കും. 24 ഡൽഹി.